ഇതൊരു വിവാദപരമായിട്ട് എടുക്കണ്ട ഈ സ്റ്റേറ്റ്മെന്റിനെ. സ്ത്രീകളെ കയറി പിടിക്കുന്നതും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതും ഒരു 90% ഞരമ്പ് രോഗം. ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. 10% ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇത്തരത്തിലുള്ള നെഗറ്റീവ് പൊസഷൻ കേസുകൾ ബാധിച്ചിരിക്കുന്ന പുരുഷന്മാർ, ഒരു പയ്യനെന്നെ കരഞ്ഞു വിളിച്ചിട്ട് എന്നെ കുറേ നാളായ പയ്യനെന്നെ കാണാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ കഥ കേൾക്കുമ്പോൾ ചേട്ടാ ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൈ കയറി തൊടാണ്, തോളത്ത് തൊടുന്നു, മേത്ത് തൊടുന്നു. ചേട്ടാ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടാ. ഇത്തരം ഇഷ്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇല്ല എന്ന് തർക്കിക്കാൻ വരുന്നവർ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾ 3 മതഗ്രന്ഥങ്ങളും തള്ളിക്കളയേണ്ടി വരും. തീർച്ചയായിട്ടും 3 മതഗ്രന്ഥങ്ങളിലും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചേട്ടാ ഈ ചില വ്യക്തികളില് ഇപ്പൊ ഈ ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്, അവരുടെ കൈ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കും ഇപ്പം ഇവര് വലിയ ശല്യക്കാരാണ്, ഇപ്പോ സ്ത്രീകളെ കയറി പിടിക്കുക, അങ്ങനെയുള്ള പല പരിപാടികൾ അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യും. അതേപോലെ ഇവര് നമ്മൾ കുറച്ചു നേരം ഒബ്സർവ് ചെയ്തിരുന്ന, എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്ന, കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഇവര് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അവരുടെ കൈക്കൊരു വൈബ്രേഷൻ പോലെയോ, അപ്പം ചില സമയത്ത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും നെർവ് ഡിസോർഡർ ആയിരിക്കും, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കാം അവരുടെ പ്രശ്നം എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ റോയൻ ചേട്ടൻ കുറച്ചു മുന്നേ എന്നോട് സംസാരിക്കേണ്ടായി ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൈകൾ അൺകൺട്രോൾഡ് ആയിട്ട്, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമുക്കിതിനെ എല്ലാത്തിനും ഒരു പൊസഷൻ കാറ്റഗറിയിൽ പെടുത്താം. പൊസസൺ ആണ്. പൊസസഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പൊസസഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ എക്സോസിസം കേസുകൾ, ഈ പറയുന്ന പാരാസൈക്കോളജി, പാരാനോർമൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ട് ഈ പ്രേതം, ഭൂതം, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കൺട്രോൾ അല്ലാതെ മറ്റൊരു ശക്തി അല്ലെങ്കിൽ മറ്റൊരു എനർജി നമ്മളെ നിയന്ത്രിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ നിയന്ത്രിക്കുന്ന സമയത്ത് പർട്ടിക്കുലർ നമ്മുടെ ഏതെങ്കിലും അവയവങ്ങളായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ വിധേയപ്പെടുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ കണ്ണോ, മൂക്കോ, നാക്കോ, കൈകളോ. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൈകളായിരിക്കും വരുന്നത്. ഈ കൈകളിലോട്ട് അതീന്ദ്രിയമായ ഒരു ശക്തി ഇവർക്ക് ആ സമയത്ത് ലഭിക്കാൻ തുടങ്ങും. ഞാൻ നടത്തുന്ന എൻ്റെ ക്യാമ്പിൻ്റെ അകത്ത്, എല്ലാ മാസവും നടത്തുന്ന ക്യാമ്പ് കാലടിയിൽ വെച്ച്, ആ ക്യാമ്പിൻ്റെ അകത്ത്, എനർജി മെഡിറ്റേഷൻ ക്യാമ്പിൻ്റെ അകത്തും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോൾ ഇഷ്യൂള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കുട്ടിയായിരിക്കും, ഒരു 5-6 പേര് പിടിച്ചാൽ പോലും നിൽക്കില്ല. എവിടെ നിന്നായിരിക്കും ഇവർക്ക് ഈ അതീന്ദ്രിയമായി കഴിവ് വരുന്നത്? അതായത് എന്നെ വലിച്ചു കീറാനാണ് ഇവർ ശ്രമിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺകൺട്രോൾ ആയി പോകും. അതായത് ഒരു വ്യക്തിനെ എന്തിനായിരിക്കണം ഒരു നെഗറ്റീവ് സോൾ നമ്മളെ ബാധിക്കുന്നത്? നമ്മുടെ പോസിറ്റീവായ ഊർജ്ജത്തെ മുഴുവനും വലിച്ചെടുത്ത് അവർ എന്ത് കർമ്മത്തിനാണോ വന്നിരിക്കുന്നത്, അതൊന്നെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നശിക്കാനായിരിക്കും, അത് എന്ത് വേണമെങ്കിലും ആവാം. ഈ ഒരു കർമ്മം നടത്തിയെടുക്കുന്നത് വരെ ആ നെഗറ്റീവ് സോൾ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ ബോഡീനെ മുഴുവനും കൺട്രോൾ ചെയ്ത് നിർത്തും. ഇതാണ് ഈ അവസ്ഥ. ഞാനിത് എന്തുകൊണ്ട് പറയാൻ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിവാദപരമായിട്ട് എടുക്കണ്ട ഈ സ്റ്റേറ്റ്മെന്റിനെ. കാരണം സ്ത്രീകളെ കയറി പിടിക്കുന്നതും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതും ഒരു 90% ഞരമ്പ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മാനസികമായ പ്രശ്നമാവാം, അല്ലെങ്കിൽ അതൊരു സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പുരുഷന്മാർ കാണിക്കുന്ന ഒരു പ്രവൃത്തിനെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. 10% ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ 10% ആളുകളും ആ 90% കാറ്റഗറിയിൽ പെട്ട ആളുകളല്ല. ആ 90% ആളുകൾക്കും നല്ല അടി കിട്ടാത്തതിൻ്റെയും ട്രീറ്റ്മെന്റ് കിട്ടാത്തതിൻ്റെയും കാരണമായിരിക്കാം. പക്ഷേ ഈ 10% ആളുകളെ, ആ 10% ആളുകളിൽ ചിലപ്പോൾ ഒരാൾ നമ്മളാവാം നാളൊരിക്കൽ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പൊസഷൻ കേസുകൾ ബാധിച്ചിരിക്കുന്ന പുരുഷന്മാർ, ഒരു പയ്യനെന്നെ കരഞ്ഞു വിളിച്ചിട്ട് എന്നെ കുറേ നാളായ പയ്യനെന്നെ കാണാൻ വേണ്ടി നടക്കുന്നു. അവൻ കരഞ്ഞു വിളിച്ച് വരുന്നു, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം, അവൻ എന്ത് പറ്റി മോനെ, ചേട്ടാ ഇതാണ് ഇഷ്യൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ കഥ കേൾക്കുമ്പോൾ ചേട്ടാ ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൈ കയറി തൊടാണ്, തോളത്ത് തൊടുന്നു, മേത്ത് തൊടുന്നു. ചേട്ടാ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടാ. നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക? പിന്നെ ഇവന്റെ ഞരമ്പ് രോഗം അല്ല, പിന്നെ ഇതൊക്കെ ഒരു അസുഖമാണോ? ഗായത്രി, മറ്റൊരാളുടെ അവസ്ഥ പറയുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും. തെറ്റില്ല. കാരണം എന്താ, നമുക്കിത് അനുഭവമില്ല. പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും എനർജി ബേസിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പുച്ഛവും കളിയാക്കലും ഒക്കെ തോന്നും. പക്ഷെ ആ അനുഭവിക്കുന്ന ഒരാള്, അവനെങ്കിലും അത് അനുഭവിച്ചിട്ടങ്ങ് പോയാൽ പോരാ. അവനെന്തിനാ എന്നെ തേടി വന്നു? അവന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അവൻ പല സ്ഥലത്തും പോയിട്ട് ചെക്ക് ചെയ്തു. ഡോക്ടർമാരോട് പോയി ഇതിന് മരുന്നില്ല എന്ന് അറിയാലോ. ഈ പറഞ്ഞ മെഡിക്കൽ സയൻസിന് ഈ പറഞ്ഞ അസുഖത്തിന് മരുന്നില്ല. പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ പറയുന്നതിന് എന്തോ ഒരു ജെനുവിനിറ്റി ഉണ്ട്. ചേട്ടൻ എനിക്കത് പറ്റുന്നില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അത് ഇവൻ പറയുന്നത് പൊതുസ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്തോട്ട് കൈകറി ചെല്ലുന്നത്. സ്ത്രീകളുടെ അടുത്തോട്ട് മാത്രമല്ല ഇവൻ പറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത്. ഇവൻ പുരുഷന്മാരുടെ മേത്തും കയറി പിടിക്കുന്നുണ്ട്. നടന്നു പോണ ഒരു പുരുഷനെ ഷർട്ടും കയറി വലിക്കും. അപ്പൊ എന്ത് ചെയ്യും? അവർ തല്ലും, സ്ത്രീകളും തല്ലും.
അതായത് ഇവൻ ഇനി വീട്ടിലിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വസ്തുക്കൾ ഇരിക്കണമെങ്കിൽ ഇവന്റെ കൈ പോയി തന്നെ പോയിട്ട് ആ സാധനത്ത് അടിച്ചു തെറിപ്പിക്കും. ഇനി ഉറങ്ങിക്കെടുക്കുമ്പോൾ ഇവന്റെ മേത്ത് മാന്തുകയും ഇവന്റെ കരണത്തടിക്കും. അതായത് അവന്റെ ആ കൈകൾ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി സംതിങ്, ഇത് നമ്മൾ നോർമൽ വിചാരിക്കുന്ന പോലത്തെ കേസല്ല. പിന്നീട് അവനെ പ്രോസസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവനെതിരെ കനത്ത ക്രിയ ചെയ്തിട്ടൊക്കെ, അതും ഇവനെ സ്നേഹിച്ചൊരു പെണ്ണാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവന് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആ പ്രണയം പിന്നീട് ബ്രേക്കപ്പായി പോയി. ആ പെൺകുട്ടി ഇവനെതിരെ കർമ്മം ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഇവൻ സന്തോഷമായിട്ടോ സമാധാനമായിട്ട് ജോലി എടുത്ത് ജീവിക്കാനോ ഒന്നുമല്ല, മറ്റുള്ളവരുടെ ഉപദ്രവം കൊണ്ട് നശിച്ചു പോകണമെന്നുള്ള കഠിനമായ കർമ്മം. ഒരുപാട് കർമ്മങ്ങളുണ്ട് നമുക്ക്, വളരെ ചെറുത് തൊട്ടിട്ട് വലിയ സാധനം വരണ്ട. അതായത് പുഴുത്ത് മരിച്ചു പോകണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഇതെല്ലാം ആ കാറ്റഗറി പെടുന്ന. അതായത് ഇവരെ നാട്ടുകാർ തല്ലി ഇവനൊരു വളകറാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവനെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു കർമ്മത്തിലാണ്. ഏറ്റവും മോശപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണത്. അവസാന മരണമാണ് ഈ കർമ്മത്തിന്റെ കാരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്. പക്ഷെ എന്തൊരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. കാരണം ഇവൻ അവിടെ ഇരിക്കുമ്പോഴും ഇവന്റെ കൈ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അവിടെ ഇരുത്തി പ്രോസസ്സ് ചെയ്ത് എനർജി പാസ് ചെയ്യുന്ന സമയത്ത് കൈ അടങ്ങി. പക്ഷെ ഇവൻ അല്ലാത്ത സമയത്ത് കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ഇവന്റെ കൈയുടെ മൂവ്മെന്റ് ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഇങ്ങനത്തെ? അതാണ് ഞാനും ആദ്യം ഇത് കേട്ടപ്പോ റോയിൻ ചേട്ടനോട് സംസാരിച്ചപ്പം എനിക്ക് വളരെ ഒരു അതിശയമാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവോ? കാരണം ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന സബ്ജക്റ്റ് ആണ്. നമ്മൾ ഇപ്പൊ ബസ്സിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും നമുക്കെതിരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പാണ് അടി അവിടെ നടന്നിരിക്കും എന്നുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യില്ല, അതൊരു റിഫ്ലെക്സും കൂടിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു കോൺട്രവേഴ്സി വിഷയമാണ്. പക്ഷെ അതൊരു അസുഖമാണ്. പക്ഷെ ആ 90% കേസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. 10% ഇതുപോലത്തെ കണ്ടീഷൻ നമുക്ക് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ചെറിയ സെക്കൻഡുകളായിരിക്കും ചെവിട്ടിൽ വന്നിട്ടോ എവിടെയും വന്നിട്ട് പറയാം, എടാ നിന്റെ ജീവിതത്തിന് പരാജയമല്ലേ, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, നിനക്ക് ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹമില്ല, കുഞ്ഞുങ്ങൾക്ക് നിന്നോട് സ്നേഹമില്ല, അച്ഛനമ്മയാണ് നിനക്കൊരു വില തരുന്നില്ല, നാട്ടിലാണ് ഒരു വിലയില്ല, നീ ഇപ്പം കണ്ടോ ഒരു 10,000 രൂപ കടം ചോദിച്ചിട്ട് പോലും നിനക്ക് ഒരത്തും തന്നില്ലല്ലോ, നീ പോയി മരിക്കണം, നീ എന്തിനാ ജീവിക്കുന്നത്? ദിസ് ഈസ് എ സോൾ പ്രസൻസ്. പല ആളുകളുടെയും മരണത്തിന്, അതായത് ഞാൻ ഒരു മാസത്തിൽ ഏകദേശം ഒരു 100-150 സൂയിസൈഡ് കേസുകൾ, സൂയിസൈഡ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളെ ഞാൻ കാണുന്ന, അവരോട് സംസാരിക്കുന്ന, അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് ഒരു അദൃശ്യമായ ഒരു ശക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു നെഗറ്റീവ് സോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ സോൾ നിങ്ങൾ അതുവരെ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പരാജയങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ ഇല്ലായ്മകളെ പറ്റിയിട്ടും നിങ്ങളുടെ കഴിവില്ലായ്മയെ പറ്റിയും നിങ്ങളെ വേദനിപ്പിച്ച ആളുടെ എല്ലാത്തിൻ്റെയും ഓർമ്മകളെ സമയത്ത് നിങ്ങൾക്ക് തരാൻ തുടങ്ങും. ജസ്റ്റ് 1, 2, 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഈ ദൈർഘ്യം. അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന്. അല്ല, ഇത് നമ്മൾ തന്നെയല്ല. കാരണം മരണത്തിലോട്ട് ഒരു ശരീരത്തെ എത്തിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട അല്ലെ ഉദ്യമം കൊടുത്ത ഒരുപാട് നെഗറ്റീവ് സോളുകളുണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന. മനസ്സിലാവുന്നില്ല? ഒന്നെങ്കിൽ അത് പല രീതിയിലുള്ള മരണത്തിലോട്ടാവാം, ഈ മരണത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ വണ്ടി ഓടിച്ചിട്ടിരിക്കുന്ന ആളുകളാവാം, ചിലപ്പോൾ ഈ പറയുന്ന മറ്റെന്തെങ്കിലും അടുക്കളയിൽ പാചകം ചെയ്തിരിക്കുന്ന, പെട്ടെന്നൊരു നിമിഷം ഈ സാധനം സംഭവിക്കുന്നത്. ഇങ്ങനെ മരിച്ചു പോകുന്ന ഏകദേശം ഒരു 30-40% സോളുകളും നെഗറ്റീവ് സോളുകളായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി പിക്ക് ചെയ്ത് ഈ മരണഭയം, ഈ മരണചിന്ത അവരിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. ഇത് കർമ്മങ്ങൾ ഉപയോഗിച്ചും കൊടുക്കാൻ പറ്റും, അതല്ലാതെ അവരുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടും ഈ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള അതീന്ദ്രിയമായ കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കും അതേ സിദ്ധി നമുക്ക് വേണം, അതേ കഴിവ് നമുക്ക് വേണം, ഈ ചക്രകളെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. അതിന് നിങ്ങൾക്ക് പൈസ മുടക്കില്ല. നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യവും ഇല്ല. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കി വരാവുന്നുള്ളൂ. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ എന്താ പറയുക, ഇപ്പം ഞാൻ പ്രേതമുണ്ട് എന്ന് നമ്മൾ പറയാം, എത്ര പേര് പറഞ്ഞ് വിശ്വസിക്കും? ഒരു ആത്മാവുണ്ട്, ആത്മാവിൻ്റെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേര് പറഞ്ഞ് വിശ്വസിക്കും? ഇത്രയും വിശ്വസിക്കില്ല. ഒരിക്കലും അനുഭവം കിട്ടിയവന് അവനും എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ് ഈ പറയുന്നതെന്ന്. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, പ്രേതമെന്നോ ഭൂതമെന്നോ നെഗറ്റീവ് സോളെന്നോ എനർജിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ അത് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നോ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള റൊട്ടീൻസിനെ തകർക്കാൻ വേണ്ടി വരുന്ന ഒന്നാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എന്തിനു സൂക്ഷിക്കണം? നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ.
നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, നമുക്ക് കുടുംബമായിട്ട് സന്തോഷിച്ചേ പറ്റൂ, നമുക്ക് ആരോഗ്യം നിലനിർത്തിയേ പറ്റൂ. അതിന് നമ്മൾ പ്രയത്നിക്കണം, ഇത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ഈ അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചോ സ്പ്രെഡ് ചെയ്യുന്നത്, ഈ അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നാ ഇതിൻ്റെ അൾട്ടിമേറ്റ് പവർ എന്നാ? നമ്മൾ ഇവിടെ ഇരുന്ന് സാമ്പത്തികത്തെ പറ്റി വല്ല സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകൾ ചെയ്യാൻ പറയുന്നുണ്ടോ? ഹോമങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ, പറയുന്നില്ലല്ലോ. ഇത്തരം ഇഷ്യൂസ് ഉണ്ട്. ഇനിയിപ്പോ ഇല്ല എന്ന് തർക്കിക്കാൻ വരുന്നവർക്ക് മനസ്സിലാക്കേണ്ടത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ 3 മതഗ്രന്ഥങ്ങളും തള്ളിക്കളയേണ്ടി വരും. തീർച്ചയായിട്ടും 3 മതഗ്രന്ഥങ്ങളിലും വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് എന്താണെന്ന്. അതിനകത്ത് ഏറ്റവും ഡീപ്പായിട്ട് പറയുന്ന ഒന്നാണ് ഖുറാന്റെ അകത്തും ബൈബിളിന്റെ അകത്തും. ബൈബിളിന്റെ അകത്ത് എന്താ പറയുന്നത്? ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം എന്താണ് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാനിവിടെ നിന്ന് റോജൻ ബാവാജി ഇരുന്ന് പറയുന്ന വിഷയമൊന്നും അല്ലത്. ഇത് നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ പരിണാമം തൊട്ട് സംഭവിക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് ഞാനിത് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉള്ളതാണ്, ഇത് സംഭവിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഗായത്രി ഇവിടെ ഒന്നുമില്ല. അനുഭവിക്കുന്ന ആളുകൾക്ക്, ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണം. അത് സ്പിരിച്വാലിറ്റി എങ്കിൽ സ്പിരിച്വാലിറ്റി, സൈക്കോളജി എങ്കിൽ സൈക്കോളജി. അൾട്ടിമേറ്റ് രണ്ടിന്റെ ലക്ഷ്യം അവരെ പുറത്ത് കടത്തുക എന്നുള്ളതായിരിക്കണം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും